ഗൈസ് നിങ്ങൾ കാണേണ്ടുള്ള ബുർജ് ഖലീഫ ഗൈസ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ പോണത് ബുർജ് ഖലീഫ. നടന്ന് നമ്മൾ ഫിനിയെ കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ പ്ലെയിനൊക്കെ പോകണുണ്ട് അതിൻ്റെ മേളിൽ. മെട്രോ മേളിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇനിയും മേളിലോട്ട് കയറും. ഇവർ തമ്മിൽ മച്ചാ ഞങ്ങളെ നേതാവ് കണ്ടോ മുന്നേ അടക്കുക. ഇനി ഈ ഭാഗത്തേക്ക് പോകണം. ഇവിടെ നമ്മുടെ ആപ്പിളിൻ്റെ ഷോറൂമാണ് ആ കാണുന്നത് കേട്ടോ. ഫൗണ്ടന് ചുറ്റിനും ചെറിയൊരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യും. ബാങ്ക് വിളിക്കുമ്പം ബാങ്കു എൻ്റെ അത് പ്ലേ ചെയ്യും. എങ്ങനെയുണ്ട് ദുബായ് മോള്? നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷന് ഫുള്ളും പോകും കേട്ടോ. മോട്ടറിട് ഹോട്ടൽസും പിന്നെ റൂംസും കാര്യങ്ങളും ഫ്ലാറ്റുകളൊക്കെയാണ്. പിന്നെ തിളങ്ങുന്ന ബുർജ് ഖലീഫ ദുബായ് മോളാണ് ആ കാണുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഭയങ്കര പ്രോഗ്രാം. ഇവിടെ ന്യൂ ഇയറിൻ്റെ അന്ന് നമുക്ക് ഒന്ന് സൂചി കുത്താൻ പോലും സ്ഥലം കാണത്തില്ല. ബുർജ് ഖലീഫ ആ ഒരു കോമ്പൗണ്ടിലാണ് രണ്ട് ആൾക്കാർ നടക്കുന്നത്. അതിലേക്ക് നമുക്കിങ്ങനെ നടക്കാനൊക്കെ പറ്റും കേട്ടോ. അതാണ് ദുബായ് മോൾ. അതേ വഴി നടക്കാൻ പറ്റും. ബുർജ് ഖലീഫയുടെ ഫ്രണ്ടേജ് ആണ് എനിക്ക് തോന്നുന്നത്. ഈ ഫ്രണ്ടേജ് ആ ഒരു സൈഡിലായിട്ട് വരും, അപ്പുറത്തെ സൈഡിലായിട്ട് വരും. ഇതിൻ്റെ അകത്ത് എല്ലാം സ്പീക്കർ വെച്ചിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് സ്പീക്കേഴ്സും ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ റീലിൽ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഇതാണ്ട് ഈ കാണുന്നത്. ലൈറ്റും പച്ചയും മഞ്ഞയൊക്കെ കത്തുന്ന ലൈറ്റും കത്തുന്നൊക്കെ. അതേപോലെ തന്നെ അവിടെ നിന്നൊരു ഷോട്ട് എടുക്കാം, വീഡിയോ എടുക്കാൻ പറ്റും. റീലൊക്കെ കുറേ റീലുകൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഈ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നതായിട്ടുള്ള റീൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു പോർഷൻ ഗൈസ്. ആ ബിൽഡിംഗ് ഉണ്ട്, അതാണ് എമറിൻ്റെ മെയിൻ ബിൽഡിംഗ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ, റെസ്റ്റോറൻറ്റ്. പിന്നെ അവിടെ കുറച്ച് ഇത് വരുന്നുണ്ട്, ബോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലേക്ക് വഴി ഇങ്ങനെ ചുമ്മാ കറങ്ങാം. ഇവിടെയൊക്കെ എമറിൻ്റെ ബിൽഡിംഗാണ്. എമർ എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത സംഭവമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ നോക്കിയാൽ കിട്ടിക്കാച്ചി സാധനം കേട്ടോ. ഫോട്ടോസ് എടുത്ത ആ ഒരു സ്ഥലത്ത് അവിടെ ഒരു പാർക്കാണ്, ഒരു പ്ലാറ്റ്ഫോം പോലെ. അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തത്. ഫൗണ്ടന് ചുറ്റിനും ചെറിയൊരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യും. ബാങ്ക് വിളിക്കുമ്പം ബാങ്കു എൻ്റെ അത് പ്ലേ ചെയ്യും. ഇങ്ങനെ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ നടക്കാൻ നേരത്ത് തറ കൊല്ലും കൈസ്. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ് വെച്ചിരിക്കും. ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ കുറേ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ രാത്രിയായി. ഇപ്പോൾ ലൈറ്റ് ഇപ്പം എല്ലാം ഓണാക്കി തുടങ്ങും. ബുർജ് ഖലീഫയുടെ ലൈറ്റൊക്കെ ചെറുതായിട്ട് ഓണാക്കി തുടങ്ങി. തൊട്ട് ഓപ്പോസിറ്റ് ബുർജ് ഖലീഫയുടെ ബിൽഡിംഗ് അവിടോട്ടാണ്. അതിൻ്റെ ഫ്രണ്ടിലോട്ട് വേണമെങ്കിൽ നടന്ന് കയറാം. ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്, അവിടെ നടന്ന് കയറാൻ പറ്റും. ഇനി കുറച്ചും കൂടി ഇരുട്ടാനത്ത്. ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടുള്ളൂ. ഒരു 6 മണിയാകുമ്പോൾ നിങ്ങൾ നോക്കണം. നല്ല രസം, ഗോൾഡൻ കളർ ഇരിക്കും. അതാണ് ഒരു പ്രീമിയം ലുക്കായിരിക്കും കാണാൻ. ഈ ബഗ്ഗികളൊക്കെ ഇറങ്ങാൻ വേണ്ടി ബഗ്ഗിയൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബോട്ട് റേസൊക്കെ ഇവിടെ ഉണ്ട്. ബോട്ട് റേസ് അല്ല, ബോട്ട് സഫാരി. ഇവിടെ നിന്ന് ബോട്ട് സഫാരിയൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈത്തപ്പഴം കേട്ടോ. പക്ഷേ ഒരു ഈത്തപ്പഴം പോലും ഇല്ല. എനിക്കൊന്ന് സീസണായി കാണത്തില്ല. ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫയുടെ മെയിൻ എൻട്രൻസിലോട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബുർജ് ഖലീഫയുടെ ഫ്രണ്ട് വരുന്നത് കേട്ടോ. ഫ്രണ്ട് എൻട്രൻസ് ആ കാണുന്നത്. നമുക്കാണെങ്കിൽ ഇതുവഴി കയറാം. പിന്നെ റോഡൊക്കെ വരുന്ന അപ്പുറത്ത് ആ സൈഡിലായിരുന്നു റോഡ് വരുന്നത് കേട്ടോ. എല്ലാ ഭാഗവും ഫ്രണ്ടാണ്. എല്ലാ ഭാഗം നോക്കിയാൽ ഇതേപോലെ ഇരിക്കും. ഫ്രണ്ട് എന്ന് പറയാൻ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെയാണ് ഡിസ്പ്ലേ വരുന്നത്. ഡിസ്പ്ലേ എന്ന് വെച്ചാൽ LED സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് LED പ്രൊജക്ടർ കാണിക്കുന്ന ഈ ഒരു ഭാഗത്താണ്. അതാണ് ഇതിൻ്റെ ഫ്രണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ കേസ്. എല്ലാം ഒരു അലൂമിനിയം കളർ പോലെ ഇരിക്കും. എല്ലാം ഗ്ലാസ്സാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത്. ഇവിടെ ഫ്രണ്ടിലൊരു ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ നേരെ നമ്മൾ ദുബായ് മാളിലോട്ടാണ് പോകുന്നത്. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് എടുക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇവിടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ മേടിക്കുന്നില്ലേ, അവർക്ക് വേണമെങ്കിൽ കയറാൻ പറ്റും. നല്ല രസമുണ്ട്. നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. ഇതാണ് ബുർജ് ഖലീഫ. തൊട്ട് അവിടെ നടന്ന് പോയിക്കുന്ന ബുർജ് ഖലീഫയുടെ ഫ്രണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലാണ് കേട്ടോ. കണ്ടല്ലോ, ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ കണ്ട വെള്ളമൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു മതിലിൻ്റെ അവിടെ വെള്ളം പോയിട്ടുണ്ട്. ഫൗണ്ടനൊന്നുമല്ല, ജസ്റ്റ് അവൻ്റെ ഈ ഒരു തറയിൽ ഇവിടെ വന്ന് വീഴാണ് കേസ്. അപ്പം ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫ കണ്ടല്ലോ ഇരിക്കുന്നത്. നമുക്കിവിടെ ഫൗണ്ടനും ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വന്നും പോകുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫൗണ്ടൻ എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് തണുപ്പിക്കുക. നല്ല തണുപ്പ് കേട്ടോ ഈ ഒരു ഏരിയയിൽ. അതായത് ഈ ഒരു പോർഷനിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് തറയിൽ വീഴുന്നു. അവിടെ അതേപോലെ തന്നെ വന്ന് താഴെ വീഴുന്നു. നമുക്കിതാ ഇവിടെ നിന്നാണ് എൻട്രൻസ് വരുന്നത്. അഭിനവിൻ്റെ ഫോണിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ.
അപ്പം എൻ്റെ ഫോൺ ഓഫായി. കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് എത്ര മിനിറ്റ് കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 30-40 മിനിറ്റ് വരും. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ദുബായ് മോളിലോട്ടാണ് പോകണം. ദുബായ് മോൾ അതോ ആ കാണുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ബുർജ് ഖലീഫ. നമുക്ക് അകത്തോട്ട് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറണം. അകത്ത് നമ്മൾ കയറി ടോപ്പിൽ നമുക്ക് ഒബ്സർവേഷൻ ഡെക്കുണ്ട്. അവിടം വരെ പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു 170 ആ നിലയിലാണെന്ന് തോന്നുന്നു. 120 68 അങ്ങനത്തെ ഒരു നിലയിലാണെന്ന് തോന്നുന്നു. ഒബ്സർവേഷൻ ഡെക്കുണ്ട്. നമുക്ക് അവിടം വരെ നമുക്ക് പോകാൻ പറ്റും. എന്തായാലും നമ്മളെന്തായാലും ഇപ്പം ഇവിടെ നിന്ന് വന്ന് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും നോക്കും. നമുക്ക് ഇവിടം വരെ വരാൻ പറ്റും. അതിൻ്റെ അകത്ത് വരെ കയറാൻ പറ്റും. ആ സൈഡിൽ കൂടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. നമ്മൾ കയറി നോക്കിയില്ല. ചുമ്മാ എന്തിനാണ് നമ്മൾ ആദ്യം വന്ന് അനലൈസ് ചെയ്യുക. കാരണം ഇവിടെ ഫുള്ളും ബിൽഡിങ്. അതിൻ്റെ ബാക്കിലത്തെ ആ ബിൽഡിംഗ് ഉണ്ട്. ഗോൾഡൻ കളറാണ്. ഒരു 5 മണി 6 മണിയാകുമ്പോൾ ഗോൾഡൻ കളറാണ് ആ ഇത്രയും പോർഷൻ. ഇനി നമ്മൾ എന്തായാലും അകത്തോട്ട് പോകും. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. ഇന്നലെയൊക്കെ ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുറേ LED കുറേ സംഭവങ്ങൾ കാണിച്ചു. ഇന്ന് ഇവിടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ രാത്രി ഇതൊക്കെ നോക്കിയിട്ടേ പോകുന്നുള്ളൂ. ഇവിടെ കണ്ടല്ലോ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫുഡും കാര്യങ്ങളും കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നൈക്കിൻ്റെ ഷോറൂം. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറണം. ഞാൻ ദുബായ് മോളിൽ പോയിട്ടില്ല. ആദ്യം നമ്മൾ ആ ഒരു പോർഷനിലാണ് വന്നത്. അവിടെ നമുക്ക് വരാൻ പറ്റും. പിന്നെ ദുബായ് മോളിലും വരാൻ പറ്റും. നമുക്ക് ആ പോർഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കയറി അവിടെ കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ വന്ന ആ വഴി ഇങ്ങനെ കറങ്ങി ദുബായ് മോളിലോട്ട് പോകാനും പറ്റും. ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ വന്ന് കുറേ പേര് വന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് എന്തായാലും ദുബായ് മോളിലോട്ട് പോകാം. പിന്നെ അവിടെ നിൽക്കും. ഇതിപ്പം വാട്ടറിൻ്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ, വാട്ടർ ഷോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ കാണും. എനിക്കൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ അങ്ങനെ വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ. നമ്മൾ നേരെ ഇനി ദുബായ് മോളിലോട്ടാണ് പോകണം. ഇവിടെ എല്ലാം നമ്മൾ പിന്നെയും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതല്ല ലാസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇഷ്ടം പോലെ വരാനുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേസ്. നമ്മൾ ദുബായ് മോളിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബുർജ് ഖലീഫ കയറാനുണ്ട് അല്ലേടാ. നമുക്കിനി മാളിൽ ഈ ഭാഗത്തേക്ക് പോകണം കേട്ടോ. ഇവിടെ നമ്മുടെ ലക്ഷറി നമുക്ക് പറ്റിയ സ്ഥലം കഴിച്ചു. ഇത് ഈ സ്ഥലം ലക്ഷറിയാണ്. അങ്ങനത്തെ കയറി കഴിഞ്ഞാൽ പൈസ പോകണം അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ പോകാനുണ്ട് അല്ലേടാ. പിസ്സ ഹണ്ട് ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നാണ് ആൾക്കാർ കൂടുതലും റീലും കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. റീലും ഇഷ്ടംപോലെ വീഡിയോസ് ഈ ഒരു സ്ഥലത്ത് നിന്നാണ്. അതായത് ദുബായ് മോളിൻ്റെ ഫ്രണ്ട് ഈ ഒരു പോർഷനിൽ നിന്നാണ് ബുർജ് ഖലീഫ മിക്കവരും കണ്ടിട്ടുള്ളത്. നിങ്ങൾ കാണുന്ന വീഡിയോസ് എല്ലാം അതിൽ നിന്നായിരിക്കും ഉള്ളത്. നമ്മളും അവിടെ വന്നു. നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പോവുകയാണ്. നമുക്ക് ആ പോർഷനിലൊക്കെ പോയി നിൽക്കാൻ പറ്റും. നമുക്ക് എന്തായാലും അവിടെ നിന്ന് ഒബ്സർവേഷൻ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ആ പോർഷൻ കണ്ട അവിടെ നിന്നാണ് ദുൽഖർ സൽമാൻ കുറുപ്പിൻ്റെ ട്രെയിലർ കറക്റ്റ് നമ്മൾ ബുർജ് ഖലീഫയിൽ കണ്ടത് കേട്ടോ. ബുർജ് ഖലീഫ അവിടെ ഉണ്ട്. ഇതാണ് ഒരു ഡെക്ക് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ എല്ലാ ഫോറിനേഴ്സാണ്. ഇന്ത്യക്കാരും മലയാളികളൊന്നും ഞാൻ കണ്ടില്ല ഇതിൻ്റെ അകത്ത്. ഇന്ത്യക്കാരല്ലെങ്കിൽ പാകിസ്ഥാൻകാർ, ഇതാണ് മെയിനായിട്ടുള്ളത്. ഇവിടെയാണ് ഒബ്സർവേഷൻ ഡെക്ക് പോലെ ഇങ്ങനെ വരുന്നത്. ഇവിടെ നിന്നും ആൾക്കാർ ബുർജ് ഖലീഫയെ കാണും. പിന്നെ അതേപോലെ ഫയർ വർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ അതൊക്കെ കാണും. ഇവിടെ കുറേ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മളെ ദുൽഖർ സൽമാനും ഷാറുഖ് ഖാനും എല്ലാം ഈ ഡിസ്പ്ലേയിൽ വീഡിയോ കാണുന്നത്. കാര്യം കറക്റ്റ് അതെങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മെയിൻ ഒരു ഒബ്സർവേഷൻ ഡെക്ക് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ചെയ്യുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. നല്ല കിടിലമായിട്ട് അലങ്കരിച്ചിട്ടിട്ടുണ്ട്. ക്രിസ്മസ് അല്ലേ, അതായിരിക്കണം. നല്ല രസമുണ്ട് കേട്ടോ താഴെ. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ വരുന്നത്. ഡെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ. ഇവിടെ നിന്ന് ഫൗണ്ടൻ വ്യൂ ചെയ്യാം. ബുർജ് ഖലീഫയും കാണാൻ പറ്റും. കറക്റ്റ് വ്യൂ. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിൽക്കാമല്ലോ. കുറേ വീടുണ്ട്. ഇതാണ് ഫൗണ്ടൻസിൽ വലിയ ഷോയും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ഇവിടെ നിന്നായിരിക്കും ഇവർ വാച്ച് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ലേസർ ഷോ ഉണ്ടെന്നോ, ലേസർ ഷോ അല്ല, ഡിസ്പ്ലേയിൽ കുറച്ച് സംഭവങ്ങൾ ഇവിടെ കാണിക്കും കേട്ടോ രാത്രിയാവാൻ നേരത്ത്. നമുക്കത് പറ്റുമെങ്കിൽ നമുക്ക് കാണാം. നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് ഇറങ്ങാം. ഇതാണ് കറക്റ്റ് ഒബ്സർവേഷൻ ഡെക്ക് കേട്ടോ. കറക്റ്റ് നമ്മൾ ആ ഒരു ഇവിടെ ഇതായിട്ട് ഒരിക്കലും ഇരിക്കരുത് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ദുബായ് മാളിൻ്റെ അകത്ത് കയറി. ഇതാണ് ദുബായ് മോൾ കേട്ടോ. ഇവിടെ നടക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ നടക്കാനുണ്ട്. ഇവിടെ നിന്ന് എന്ത് കഴിച്ച് കഴിഞ്ഞാലും നല്ല റൈറ്റാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ദുബായ് വാട്ടർഫോൾ എന്ത് രസമെന്ന് നോക്കി കാണാൻ. ഇഷ്ടംമാതിരി ഇങ്ങനെ കിടക്കുകയാണ്, നീണ്ട് നിവർന്ന് കണ്ടോ. ആൾക്കാർ ചാടുന്ന ഒരു ലുക്കാണ്. നല്ല തണുപ്പാണ് കേട്ടോ, അടിപൊളി തണുപ്പ്. ആ ഒരു പോർഷനിലാണ് തണുപ്പും കാര്യങ്ങളും കിട്ടിക്കുന്നത്. അപ്പുറം ഉണ്ട് കേട്ടോ, ആ ഒരു പോർഷനിലും ആയിട്ടുണ്ട്. അവിടെ ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. അവിടെ ഇത്ര ഉള്ളു. പക്ഷേ
ഞാൻ ബ്ലീച്ചിങ് പൗഡറിൻ്റെ മണമുണ്ട് കേട്ടോ, നല്ല രീതിയിൽ ബ്ലീച്ചുണ്ട്. ഇനിയും വരുന്നുണ്ട് കേട്ടോ ഈ ദുബായ് മോൾ. ജസ്റ്റ് നമ്മളിപ്പം ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയത്. ഞങ്ങൾ ഇനിയും ദുബായ് മോളിൽ വരുന്നുണ്ട്. ഫുള്ള് വ്ലോഗും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി, പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ദുബായ് മോളിൻ്റെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഒന്നുകൊട്ടം കൂടെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. താഴെ പോയി നിൽക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവും. താഴെ അതിൻ്റെ ഫോക്കസ് കഴിക്കുന്നില്ല. ബ്ലീച്ചിങ് പൗഡറിൻ്റെ മണം നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് അവർ ചെയ്തേ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ ഫിനിയെ കണ്ടിരിക്കാൻ കഴിയും. അപ്പം ഞങ്ങൾ ഇത്ര 3 പേരാണ് ഇനി ഈ ദുബായ് മോൾ ഫുള്ളൊന്ന് കറങ്ങുന്നത്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് വേണ്ടത് ഇതാണ് നമ്മളെ ജക്സൺ. നമ്മളിവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. ജോലിയൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ കേട്ടോ, വലിയ ആളാണ്. അഭിനവിനെ അറിയാലോ, നമുക്ക് അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ മിക്ക വ്ളോഗിലും ഉണ്ട്. പിന്നെ നാളെ പോകും അല്ലേ ഡീ? നാളെ പോയിട്ട് അതിശക്തമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനിയാണ് ഞങ്ങളെ നേതാവ് കണ്ടോ മുന്നേ അടക്കുക. നമ്മളിനി നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ സെക്ഷനാണ്. മെട്രോ കയറി നോക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ്. മെട്രോ എങ്ങോട്ടെന്ന് അറിയത്തില്ല. അങ്ങനെ ഫിനിയാണ് നമ്മളെ കൊണ്ട് നയിക്കുന്നത്. 3ാമത്തെ നിലയിൽ നിന്നാണ് മെട്രോ കയറി പോകേണ്ടത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മേളിലോട്ട് കയറുക. നമ്മൾ ആപ്പിളിൻ്റെ അവിടെ ഉണ്ട്, ആപ്പിളിൻ്റെ ഷോറൂമാണ് ആ കാണുന്നത് കേട്ടോ. ഞമ്മടെ കുറേ നേരം നിന്ന് എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ചാർജ് ചെയ്തപ്പോഴാണ് എൻ്റെ ഫോൺ ഓണായത്. ഫിനി എങ്ങനെയുണ്ട് ദുബായ് മോള്? സൂപ്പർ ഗൈസ്. കേട്ടോ എന്താണ് ഇത്. ഇനി നമ്മൾ ഒരു വട്ടം കൂടെ വരും. എന്നിട്ട് നമ്മൾ വിഷൻ പ്രോ ഒന്ന് റിവ്യൂ ചെയ്യാനുണ്ട് കേട്ടോ. ഫിനി കാണത്തില്ല. ഫിനിയെ നമ്മൾ നാളെ ഫ്ലൈറ്റ് കയറ്റി വിടാൻ പോവുകയാണ്. 2 നില കേട്ടോ. ഇത് അവിടെ തന്നെ ഒന്നോ ഇല്ല ഗൈസ്, അതല്ല 2 നില. ഇത് ലാപ്ടോപ്പിൻ്റെ സെക്ഷൻ പോലെയാണ്. ഫോണും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ തൊട്ട് താഴെ ഉണ്ട് അടുത്തത്. ഇതിൻ്റെ മേളിലുണ്ട്. നമുക്ക് വിഷൻ പ്രോ അവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഓ ഗൈസ് ആരോ അവിടെ ചികിത്സ വിളിക്കുകയാണോ എന്ന് സംശയമുണ്ട്. എന്താണ് പറയുന്നത് അവർ? അങ്ങനെ പറയുന്നത് എന്തോ ചൈനീസ് ഭാഷയാണ്. ഓ ഇനി എങ്ങോട്ടാണ്? ഇനിയും പോകണം മുകളിലൂടെ. ഏറ്റവും മുകളിലാണോ കയറുന്നത്? ആണോ? അല്ല, ഇനി നമ്മൾ മെട്രോ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഇത് മുകളിലോട്ട് മാത്രമേ ഉള്ളൂ. കണ്ട മെട്രോ മുകളിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇനിയും മുകളിലോട്ട് കയറണം. ഓക്കെ ഗൈസ്, ഫോൺ ഓണായപ്പോൾ എൻ്റെ ജീവൻ വീണു. വോയിസ് 3% ചാർജിൽ വെച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. കണ്ടോ ഇത് നോക്കി. ഒരു പടഭണ്ഡാരമായ മോളാണ് കേട്ടോ ഇത്. മെട്രോ സെക്ഷൻ വരുന്നത് എങ്ങോട്ടാണെന്ന് ഇനി അടുത്ത നമ്മൾ തപ്പി പിടിച്ച് പോകണം. മച്ചാ പോകണുണ്ട്. അവർ തമ്മിൽ മച്ചായി. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും അല്ലേ? മാറട്ടാന്ന് വിട്ടിരുന്നേക്കൊള്ളായിരുന്നല്ലേ. നമ്മൾ അഭിനവനെ ജോലി കിട്ടിയിരിക്കുകയാണ്. ദുബായിൽ വന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുക. കേസ് കണ്ട രാത്രിയിലത്തെ ദുബായിയാണ് നിങ്ങൾ കാണുന്ന. ബുർജ് ഖലീഫയിൽ ഇപ്പം LED ലൈറ്റൊന്നും ഓൺ ആക്കിയിട്ടില്ല. ജസ്റ്റ് ഇതാണ് ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. എമറിൻ്റെ ബിൽഡിങ്ങാണ് ആ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ദുബായ് മോൾ വരുന്നത്. ഇതെല്ലാം എമറിൻ്റെ ബിൽഡിങ്ങാണ്. നല്ല രസമുണ്ട്. നമ്മളിവിടെ നിന്നുണ്ട് റൊട്ടേറ്റ് ചെയ്ത് കാണുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഫിനിയെ കിട്ടിയിരിക്കുകയാണ്. സൂപ്പർ. ഈ LED ലൈറ്റും കൂടെ വരുമ്പോൾ എന്തുമായിരിക്കും അല്ലേ? ബുർജ് ഖലീഫ കവർ ചെയ്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇത് നിൻ്റെ എത്ര ഉള്ളേ ബുർജ് ഖലീഫ? ആർക്കൊക്കെ ആടി ഫ്ലാറ്റ് ഉള്ളത്? ആർക്കൊക്കെ ഫ്ലാറ്റ് ഉള്ളത്? മോഹൻലാലിന് പറ. റൊണാൾഡോയ്ക്ക് ഉണ്ട്. പിന്നെ നെയ്മർ. ഇവിടെ ആർക്കെങ്കിലും പറഞ്ഞുകൂട് കൊച്ചിന്. നെയ്മറിനുണ്ട്. ഷാറുഖ് ഖാൻ, സൽമാൻ ഖാനുണ്ട്. ദുൽഖറിനുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഷാറുഖ് ഖാനുണ്ട്, മോഹൻലാലിനുണ്ട്. ഇത് രണ്ടും നമുക്കറിയാം. രജനീകാന്തിനും ഉണ്ട്. ഇത്ര നമുക്കറിയാം. ലുലു അണ്ണനുണ്ട്. പേര് മറന്നു പോയി. നിങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ട്രെൻഡിങ് അല്ലേ? അറിയില്ല. ഇത് നോക്കിയത് കണ്ടോ എന്ത് രസം നോക്കി. സ്വർണ്ണ കളറല്ലേ. നേരിട്ട് കാണുന്ന ഇങ്ങനെയല്ല കേട്ടോ ഗൈസ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു അപാര സാധനമാണ്. നമുക്ക് ഇങ്ങനെ ചരി ഇങ്ങോട്ട് ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ലേ അല്ലേ? അത് അത്ര ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്നതുകൊണ്ടായിരിക്കും അല്ലേ? നമുക്ക് ഇതിൻ്റെ മണ്ടേ കയറണ്ടേ? ഇവിടെ പോയി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഒരു വട്ടം കയറുന്നുണ്ട് ഇതിൻ്റെ മണ്ടയിൽ കേട്ടോ. പെട്ടെന്ന് വരണം കേട്ടോ പോയിട്ട്.
വെള്ളം തെറിക്കും. ഇനി മോട്ടർ ഇട് ഇങ്ങനെ ഇട്ടേ. അരമണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ എമറേറ്റ്സ് ഇങ്ങനെ എഴുതി കാണിക്കും. ഇത് എമറേറ്റ്സ് തന്നെയാണ് എഴുതി കാണിക്കുന്നത്, പല പല എഴുതി കാണിക്കും. കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനം അരമണിക്കൂർ കൂടുമ്പോൾ ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം 10 മിനിറ്റ് അല്ല, എനിക്ക് തോന്നുന്നൊരു 3 മിനിറ്റ് ഇരുന്ന് കാണുമല്ലേ. 3 മിനിറ്റ് സംഭവം ഉണ്ടായിരുന്നു. എന്താണോ അവിടെ കൂടിയിരിക്കുക, എൻ്റെ മണ്ടയിലേക്ക് കയറിയത്. ഏതാ ന്യൂ ഇയറിനൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, നേരത്തെ അങ്ങ് വരാം. ഇവള് കാണത്തില്ല ഇല്ലല്ലേ, അപ്പോൾ ഞങ്ങൾ കാണും. ഞങ്ങൾ ഇത്ര പേര് കാണും. സ്റ്റേ ട്യൂൺ. ഓക്കെ. വെള്ളമാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ട താഴെ ആൾക്കാർ ഇരിക്കുന്നത്. ഇത് അങ്ങ് വരെ ഉണ്ടല്ലേ, ഫുൾ LED കേട്ടോ. ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ LED. എൻ്റെ വരെ ഉണ്ടല്ലേ. എൻ്റെ വരെ ഉണ്ട്. ആ എൻ്റിലൊരു ഉണ്ടയും കത്തുന്നുണ്ടല്ലേ. രക്ഷയില്ല. ഇതിൽ പറ, നല്ല എന്തെങ്കിലും കേൾക്കാൻ പറ്റും. പറ, എന്താ 16 ഇവളെന്തോ പറഞ്ഞു കേട്ടാ, കേട്ടില്ല. ഓ, ഈ സാധനം മാറും. ഇത് പണ്ടോട്ടെ കാണിച്ചോണ്ടിരിക്കുന്നത്. ഈ ഡിസൈൻ അല്ല മാറുക, സിസ്റ്റം ലൈറ്റ് സിസ്റ്റം മാറും. ഇപ്പം ഈ LED മാറിയിട്ട് ചില പ്രൊജക്ടർ അങ്ങനെയെല്ലാം വരും. ഓക്കെ, ഇതപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റും ഇപ്പം ഈ വർഷമാകുമ്പോൾ. ഇവളാണ് കേട്ടോ പറഞ്ഞത്, ഞാനല്ല. ലൈസർ ഷോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിപ്പോൾ ജസ്റ്റ് ഡിസ്പ്ലേ മാത്രമുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ലൈസറൊക്കെ വരുന്നുണ്ട്, പക്ഷേ അത് ഓണാക്കിയിട്ടില്ല കേസ്. ഗൈസ് ഇത് നോക്കി, ഇത് എന്ത് ഭംഗി നോക്കിയേ. സ്വർണ്ണ കളർ അടിപൊളി കേട്ടോ, രക്ഷയില്ല. ഓ, ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ. ഇത് നോക്കിയത് എന്ത് സംഭവം ഗൈസ്, ഒരു രക്ഷയില്ല. മഴ പെയ്യുന്ന പോലെ കേട്ടോ. ഗോൾഡ് ഇട്ടിട്ട് അതിൻ്റെ അത് ഗോൾഡൻ കളർ, എല്ലാം ഈ ഗോൾഡൻ കളറാണ് കേട്ടോ. മിക്കപ്പോഴും ലക്ഷറീസ് ഫീൽ കിട്ടാൻ വേണ്ടിയായിരിക്കും ഈ ഒരു സംഭവം അല്ലേ. എല്ലാം ഗോൾഡ് അല്ലേ, എല്ലാവരും ആ ഒരു കളറാണ് ഇവർ പിടിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ എന്തോ അതിൻ്റെ പേര്, മെയിനായിട്ട് ഇതിൻ്റെ ഈ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ലേ, ഇവനെ പോലുള്ള അല്ലേ. സാധനങ്ങളൊക്കെ മേടിച്ച് തകർക്കുക. ഷൂ, ഇവിടെ നിന്ന് എന്ത് സാധനം എടുത്താലും എല്ലാം ബ്രാൻഡഡ് സാധനമായിരിക്കും. എന്ത് സാധനം എടുത്താലും റേറ്റിനെക്കാട്ടി റേറ്റ് ആയിരിക്കും. നൈക്കിൻ്റെ ഒരു ഷൂ ഇപ്പോൾ 3000 രൂപയുടെ ആണെങ്കിൽ അത് 6000 രൂപ ഇവിടെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലും. നമ്മളെ ഫിനിയുണ്ട്, നാളെ പോവുകയാണ്. ടാറ്റ ഫിനി. ഓക്കെ, ഫിനി പോയിട്ട് പെട്ടെന്ന് വരും കേട്ടോ, തിരിച്ചു വരും കേട്ടോ. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഭയങ്കര റിച്ചാണ് കേസ്. കാര്യം എന്ന് വെച്ചാൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ജാറ്റി പോവുകയാണ് കേസ്. ആലോചിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതെ നമ്മൾ ഇവിടെ എല്ലാം ഈ കുറേ വീഡിയോസ് ഉണ്ട്. ഇവരെല്ലാം ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. ഇവരെ നോക്കി വെച്ചോ, ഇവരെ നമ്മൾ ഇനിയും കൊണ്ടുവരുന്നുണ്ട്. ഇവരാണ് നമ്മളെ വഴികാട്ടി കേട്ടോ. കാര്യം വെച്ചിട്ട് ഇവരെ ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഫുൾ അറിയാവുന്നത്, മെട്രോയും കാര്യങ്ങൾ. അപ്പോൾ ഇവരും കുറേ കാണും, കുറേ ഇനിയുള്ള ഇവരും തിരിച്ച് എൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യട്ടെ. ഇവിടെ ഈ വെള്ളം വരുന്നതാണുണ്ട് സൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ പിടി ബൈ ബൈ. വേർവലുണ്ട്. ഓക്കെ, ബൈ ബൈ.